പ്രോട്ടീൻ അബ്സോർബ് ചെയ്യണമെങ്കിൽ നമുക്ക് നാരുകൾ വളരെയധികം ആവശ്യമാണ്. ഈ പ്രോട്ടീൻ കഴിക്കുമ്പം ശരിക്കും അതിൻ്റെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആഗിരണം പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ ഈ പ്രോട്ടീൻ്റെ കൂടെ എപ്പോഴും നാരടങ്ങിയിട്ടുള്ള ഭക്ഷണം, അതായത് ഫൈബർ നല്ല രീതിയിൽ ചെല്ലണം. അതായത് ഒരു ഏകദേശം ഒരു എക്സാമ്പിൾ, ഒരു 70 കിലോയുള്ള ഒരാൾ ഒരു 70 ഗ്രാം പ്രോട്ടീൻ ആണ് അവരുടെ ശരീരത്തിന് ആവശ്യം. അപ്പോൾ 70 ഗ്രാം പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ 30 ഗ്രാമോളം ഫൈബർ അഥവാ നാരുകളുടെ ആവശ്യമുണ്ട്. അതിപ്പോൾ നമുക്ക് പച്ചക്കറികളായിട്ട് എടുക്കാം, അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇലവർഗ്ഗങ്ങളായിട്ട് എടുക്കാം. നമുക്ക് സീഡുകൾ, അതായത് നമ്മുടെ വിത്ത് വർഗ്ഗങ്ങൾ, പംകിൻ സീഡ്, ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, അങ്ങനെയുള്ള വിത്ത് വർഗ്ഗങ്ങളായിട്ട് എടുക്കാം. ഈ പ്രോട്ടീൻ കഴിക്കുന്ന, അതായത് ഇറച്ചി, മീൻ, മുട്ട കഴിക്കുന്നവർ പലവരും പറയാറുണ്ട് വയറിന് ഭയങ്കര ഗ്യാസിൻ്റെ ഫീലാണ്, അല്ലെങ്കിൽ മലബന്ധമാണ്, മോഷൻ കറക്റ്റായിട്ട് പോകുന്നില്ല, ദഹനം പ്രോപ്പർ ആവുന്നില്ല എന്നുള്ളത്. കാരണം ഈ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിൽ ഫൈബർ ഒട്ടുമില്ല. ഈ ഫൈബർ ചെന്നാലാണ് ദഹനവും നല്ല രീതിയിൽ കൂടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ പ്രോട്ടീൻ ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക.